പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. തന്നിൽ അതിസ്നേഹത്തോടു കൂടിയവനാണ് അനുജൻ എന്നറിയുന്ന രാഘവൻ ലക്ഷ്മണനോടുകൂടി ചോദിക്കുവാൻ തുടങ്ങി. ഇതെന്താണെന്ന് നീ പറഞ്ഞു കേൾക്കുവാൻ ആഗ്രഹം തോന്നുന്നു. മരപുരിയും എടുത്ത് ജടയുമേന്തി രാജ്യത്തിൽ നിന്നും പോരുവാനുള്ള കാരണം, നാടുവിടുവാനും കാട് പോകുവാനുമുള്ള കാരണമെന്താണ്? സഹോദരനെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തുകൊണ്ട് ശ്രീരാമൻ ചോദിച്ചതു കേട്ട ഭരതൻ തൊഴുതുകൊണ്ട്, ദുഷ്കര സത്യം ചെയ്ത് ജ്യേഷ്ഠനെ ഉപേക്ഷിച്ച് പുത്രശോകം സഹിക്കാതെ അച്ഛൻ സ്വർഗം പൂകി. ഇതിനെല്ലാം എൻ്റെ അമ്മ കൈകേയി പെണ്ണാണ് കാരണം. കീർത്തി എന്നേക്കുമായി നശിക്കുവാനുള്ളതാണ് അമ്മ ചെയ്തു വെച്ചത്. നാടു നേടിയില്ല, വിധവയായി, ദുഃഖം കൊണ്ട് കൃഷിയായി. എൻ്റെ അമ്മ ഏറ്റവും കൊടിയ നരകത്തിൽ പതിക്കാതിരിക്കുകയില്ല. പ്രഭോ, അവിടുന്ന് ദാസനായ അടിയനിൽ ദയവുള്ളവനാകണം. ദേവേന്ദ്രനെ പോലെ അവിടുന്ന് രാജ്യം സ്വീകരിച്ച് അഭിഷേകം ചെയ്യണേ. വിധവമാരായ അമ്മമാർ എല്ലാവരും നാട്ടുകാരും അവിടുത്തെ സമീപത്തിൽ എത്തിയിരിക്കുന്നു. മാനിയായ ജ്യേഷ്ഠൻ ഞങ്ങളിൽ കരുണാകടാക്ഷം പതിപ്പിക്കണേ. ധാർമ്മികമായ രാജ്യം സ്വീകരിച്ച് ഞങ്ങളെ തൃപ്തരാക്കണേ. പൂർണ്ണചന്ദ്രനാൽ ശരൽക്കാല രാത്രി പോലെ അവിടുത്തെ പരിപാലനത്താൽ ഭൂമിയെ വിധവയല്ലാതാക്കണേ. മന്ത്രിമാരും ഒന്നിച്ച് താണുകേണ് അപേക്ഷിക്കുന്ന ഈ ദാസനിൽ, ശിഷ്യനിൽ, അനുജനിൽ അനുകമ്പ കാണിക്കണേ. പിതാവിൻ്റെ ശാശ്വതമായ എല്ലാ സമ്പത്തുക്കളും അവിടുത്തെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. അതിമാന്യമായ ഈ അഭ്യർത്ഥനയെ അവിടുന്ന് തള്ളിക്കളയരുതേ. അശ്രുപൂർണ്ണ നയനങ്ങളോടെ ശിരസ് ശ്രീരാമപാദങ്ങളിൽ മുട്ടിച്ചുകൊണ്ട് ഭരതകുമാരൻ മധിയാനയെപ്പോലെ നിശ്വസിച്ചു തുടങ്ങി. രഘുകുല തിലകൻ ഭ്രാതാവിനെ പുലുകിക്കൊണ്ട് പറഞ്ഞു, കുലീനൻ, സത്വഗുണ സമ്പൂർണൻ, അതിതേജസ്വി, സുപരിചിതൻ, ഇങ്ങനെ നന്മകളെല്ലാം ഒത്തുചേർന്ന നീ തുച്ഛമായ രാജ്യത്തിനു വേണ്ടി പാപകർമ്മം ചെയ്യുന്നത് ശരിയാണോ? അല്പം പോലും ദോഷം നിന്നിൽ ഞാൻ കാണുന്നില്ല. അറിവില്ലായ്മ കൊണ്ട് അമ്മയെ നിന്ദിക്കരുത്. മഹാന്മാരായവർക്ക് ആശ്രിതന്മാരാലും പത്നിമാരാലും പുത്രന്മാരാലും തോന്നിയതെന്തും ചെയ്യാം. ഉത്തമന്മാരായവർ ഭാര്യാപുത്ര ശിഷ്യന്മാരെ വിചാരിച്ചിരുന്നത് പോലെയല്ലാതെ മറ്റൊരു തരത്തിലും പിതാവ് നമ്മളെ കരുതിയിട്ടില്ല. വൽക്കലം, മാൻതോൽ, ജടാഭാരം എന്നിവ ധരിച്ച് കാട്ടിലോ നാട്ടിലോ പാർപ്പിക്കാൻ അധികാരം തമ്പുരാനായ അച്ഛനുണ്ട്. ലോകം മുഴുവൻ പൂജിക്കുന്ന പിതാവിനെ ആദരിക്കുന്നത് പോലെ അമ്മയെ ബഹുമാനിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാർ ധർമ്മിഷ്ഠരാണ്. വനവാസത്തിനുള്ള കൽപ്പനയാണ് അവർ എനിക്ക് തന്നത്. ആ ആജ്ഞ സ്വീകരിക്കുക എന്നല്ലാതെ മറ്റൊന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലും ശരിയാണോ? ലോകം മുഴുവൻ മാനിക്കുന്ന അയോധ്യ രാജ്യം നീ പരിപാലിക്കണം. ദണ്ഡകാരണ്യത്തിൽ താപസവേഷത്തിൽ ഞാൻ വസിക്കണം. ഇങ്ങനെ അരുളി ചെയ്തിട്ടാണ് തേജസ്വിയായ മഹാരാജ ദശരഥൻ വിണ്ണേറിയത്. ധർമ്മജ്ഞനും ലോകഗുരുവുമായ നൃപതി നിനക്കും മേലാളാണ്. അച്ഛൻ അരുളി ചെയ്ത ഭാഗമേതോ അത് സ്വീകരിക്കൽ മാത്രമാണ് നമ്മുടെ കടമ. അതനുഭവിക്കുകയാണ് പുത്രന്മാരുടെ കർത്തവ്യം. മഹാത്മാവായ പിതാവ് എനിക്ക് തന്ന ഭാഗമല്ലേ ദണ്ഡകാരണ്യം? 14 വർഷം ഞാൻ അവിടെ അധിവസിക്കുക തന്നെ വേണം. എല്ലാ ലോകങ്ങളുടെയും നായകസ്ഥാനത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ദേവേന്ദ്ര തുല്യനായ പിതാവിൻ്റെ നിർദ്ദേശം സസന്തോഷം സ്വീകരിക്കലാണ്. അതാണ് ശ്രേഷ്ഠാൽ ശ്രേഷ്ഠതരമായി തോന്നുന്നതും. സുഹൃത്തുക്കളാലും ബന്ധുക്കളാലും ആവൃതനായി ദുഃഖിച്ചുകൊണ്ട് തന്നെ ആ സഹോദരന്മാർ അന്നത്തെ രാത്രി കഴിച്ചു. ഉദിച്ചുയർന്നപ്പോഴത്തേക്കും ശ്രീരാമചന്ദ്രൻ അനുജന്മാരോടും മിത്രങ്ങളോടുമൊത്ത് മന്ദാകിനിയിൽ സ്നാനം കഴിഞ്ഞു. ജപഹോമാദികൾ നിർവഹിച്ച് സ്വസ്ഥാനങ്ങളിൽ ആസനസ്ഥരായി. എല്ലാവരും നിശബ്ദരായിരുന്നു. ഭരതകുമാരൻ മിത്രമധ്യത്തിൽ വെച്ച് ശ്രീരാമദേവനോട് പറഞ്ഞു, എൻ്റെ അമ്മ വളരെ ആശ്വാസത്തോടെ ഈ നാട് എനിക്ക് വേണ്ടി സമ്പാദിച്ചു തന്നു. അത് അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നിഷ്കണ്ടകമായ അയോധ്യ മഹാരാജ്യത്തെ അവിടുന്ന് പരിപാലിക്കണം. വർഷാധികത്താൽ പൊട്ടിയ ചിറയെപ്പോലെ ഒരാൾക്കും തടുത്തു നിർത്തുവാൻ സാധിക്കാത്ത ഈ വൻ നാട് അവിടുത്തേക്ക് മാത്രമേ നിയന്ത്രിക്കുവാൻ സാധിക്കൂ. അതിവേഗതയുള്ള കുതിരയുടെ പിന്നാലെ ഓടുന്ന കഴുതയെപ്പോലെ, ഗരുഡൻ്റെ പിന്നാലെ പറക്കുന്ന പക്ഷിയെപ്പോലെയാണ് അവിടുത്തെ അനുഗമിക്കുന്ന എൻ്റെ സ്ഥിതി. അവിടുത്തെ പിന്തുടരുവാൻ ഞാൻ ആളല്ല. പരന്മാരെ പുലർത്തുന്നവൻ്റെ ജീവിതം ധന്യമാണ്. മറ്റുള്ളവരെ കൊണ്ട് ജീവിതം നയിക്കുന്നവൻ സ്തുത്യർഹനല്ല, നിന്ദ്യനാണ്. ഒരു വൃക്ഷം നട്ട് നനച്ച് വളർത്തി ഹ്രസ്വനായൊരുവന് കയറുവാൻ സാധിക്കാത്ത മാമരമായി തീർന്ന് പുഷ്പിച്ചിട്ടും കായ്ക്കാതിരുന്നാൽ അത് വളർത്തിയവന് സന്തുഷ്ടി ഉണ്ടാകുമോ? ഈ ഉദാഹരണത്തിൻ്റെ അർത്ഥം അവിടത്തേക്ക് അറിയും. ഭൃത്യരായ ഞങ്ങളെ സ്വാമിയായ അവിടുന്നല്ലാതെ മറ്റാരാണ് പരിപാലിക്കാൻ ഉള്ളത്? ശത്രുജേതാവായ അവിടുന്ന് മധ്യാഹ്ന സൂര്യനെ പോലെ ഈ നാട് പാലിക്കുന്നത് നാട്ടുകാർ കാണട്ടെ. അവിടുത്തെ അനുഗമിക്കുന്ന മതയാനകൾ അലറട്ടെ. ദുഃഖമൊട്ടും ഏൽക്കാത്ത അന്തപുരനാരിമാർ സന്തോഷിക്കട്ടെ. മഹാത്മാവായ ഭരതൻ്റെ യാചനാപൂർണമായ വാക്കുകൾ കേട്ട നഗരവാസികൾ അഭിനന്ദിച്ചു. സത്യശസ്സുകൊണ്ട് സമ്പൂർണനായ അനുജന്റെ വിലാപം രഘുകുലവരനായ ശ്രീരാമചന്ദ്രൻ്റെ ഹൃദയത്തിന് പതർച്ചയോ തളർച്ചയോ ഉണ്ടാക്കിയില്ല. ദേവദേവൻ ഇപ്രകാരം ആശ്വസിപ്പിച്ചു, ഭരത, മനുഷ്യജീവിതം പരതന്ത്രമാണ്. ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ പറ്റുന്നതല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ഛ പോലെ ഈശ്വരൻ വലിക്കും. വിനാശം വരെ
ആണ് നേട്ടം. അധോഗതി വരെയാണ് അഭിവൃദ്ധി, വിയോഗം വരെയാണ് കൂടിച്ചേർച്ച, മരണം വരെയാണ് ജീവിതം. പഴുത്ത കായയ്ക്ക് വീഴുന്നതിലല്ലാതെ മറ്റൊന്നിലും ഭയമില്ല. മനുഷ്യനായി ജനിച്ചവന് മരണത്തിലല്ലാതെ വേറൊന്നിലും പേടിയില്ല. ബലഭൂയിഷ്ടങ്ങളായ തൂണുകളൊത്തൊരു ഭവനം പഴക്കത്തിൽ വീഴുന്നു. അതുപോലെ ജരാനരകൾ ബാധിച്ച മനുഷ്യ ശരീരം മരണത്തിൽ ചായുന്നു. കഴിഞ്ഞുപോയൊരു രാത്രി വീണ്ടും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. കാളന്തി നദി സമ്പൂർണമായ സാഗരത്തിലേക്ക് ഒഴുകിച്ചേരുകയല്ലാതെ പിന്മടങ്ങുകയില്ല. പ്രാണികൾക്ക് ഓരോ ദിവസമായി അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. വേനൽ വെള്ളത്തെ എന്ന പോലെ അത് ജീവിതത്തെ കറക്കുകയാണ്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.